ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മഴ തോറും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ നമുക്കൊന്ന് കേട്ടാലോ. അപ്പോൾ ഭയങ്കര സീനുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വൈജയന്തി ഡിസ്ചാർജ് ആയിട്ട് നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരുന്നു. രണ്ടാമത്, നമ്മുടെ രോഹിത്ത് നമ്മുടെ അലീന പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ, അതായത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അലീന പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഒന്ന് അതായത് അലീനയുടെ വാക്കുകൾക്ക് ഒരല്പം വില കൊടുക്കുന്നുണ്ട് രോഹിത്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിലും എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷം നമുക്ക് നോക്കാം. നമ്മുടെ വൈജയന്തി നമ്മുടെ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ. നെടുമ്പുരയ്ക്കൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അലീനയെ എത്രത്തോളം ആദ്യം ടോർച്ചർ ചെയ്തതിനേക്കാൾ ഏറെ നമ്മുടെ അലീനയായിട്ട് കഷ്ടപ്പെടുത്തുകയാണ് കേട്ടോ നമ്മുടെ വൈജയന്തി. എന്ന് വെച്ചാൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നീ ഒരു പട്ടിയെപ്പോലെ ഇവിടെ എന്തിനാടി വലിഞ്ഞ് തൂങ്ങി കിടക്കണത്. പിന്നെ അത് മാത്രമല്ല, അലീന ശരണ്യെ വിളിക്കുന്നത് വൈജയന്തിക്ക് ഇഷ്ടമല്ല. എന്തിനാടി നീ അവളെ വിളിക്കണത്? അവൾ കാരണമാടി ഈ കുടുംബത്തെ ഒരുത്തനും കൂടെ, അതായത് ഹരി ജയിലിൽ കിടക്കണത് ഒരു തെറ്റും ചെയ്യാത്ത പുണ്യാളനാണ്. അപ്പം അവനെക്കുറിച്ച് അങ്ങോട്ട് പറയണം, ഈ ഒരു പെണ്ണ് കാരണമല്ലേടി അവനും ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അലീനയെ കിടന്ന് കുറേ വഴക്കുറയാണ്. അലീന ശരണ്യെ കാണാൻ പോയതിൽ കുറ്റം. അങ്ങനെ അപ്പം അലീന പറയുന്നുണ്ട്, മേഡം എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോളൂ, ഞാൻ ഉൾക്കൊള്ളാം, ഞാൻ എന്ത് തെറ്റാ ചെയ്ത. അങ്ങനെയൊക്കെ അലീന കിടന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും അല്ല, വൈജയുടേതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് അലീനേനെ അങ്ങോട്ട് എത്രത്തോളം ഹരാസ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ഹരാസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രോഹിത്ത് അന്ന് വീണ്ടൊക്കെ രോഹിത്തിൻ്റെ നെറ്റിയിലൊക്കെ മുറിവും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ഒരു ദിവസം രോഹിത്ത് നന്നായിട്ട് പനിച്ച് വിറച്ച് കിടക്കുകയാണ് കേട്ടോ. അന്നേരം അലീന ചെന്ന് റൂമിൽ നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കണം. അലീന ജസ്റ്റ് ഒന്ന് നെറ്റിക്ക് തൊട്ടപ്പോൾ വല്ലാത്ത ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചറാണ്. അലീന അപ്പോൾ തൊട്ടപ്പോൾ തന്നെ രോഹിത്ത് ആ കൈയൊക്കെ അങ്ങ് തട്ടി മാറ്റിയാണ്. നീ തൊടണ്ട എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടുകയാണ്. പക്ഷെ അതൊന്നും വക വെച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ രോഹിത്ത് മയങ്ങിയ സമയത്ത് അലീന നെറ്റിയിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് ആ പനി അത്രയും കൂടി നിൽക്കുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെ അലീന നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതിയെ രോഹിത്ത് അലീനയെ ഉൾക്കൊള്ളാൻ തുടങ്ങുകയാണ്. അലീന പറയുന്നതിൽ കാര്യമുണ്ട്. അല്ലാണ്ട് അമ്മയും അതായത് വൈജയന്തിയും ബബിതയൊക്കെ പറയുന്നത് അലീനയെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും മാത്രമാണ്. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. ശരിക്കും ശരി എന്ന് തോന്നി തുടങ്ങുകയാണ് നമ്മുടെ രോഹിത്തിന് അലീന പറയുന്ന വാക്കുകൾ, അതുപോലെ അച്ഛൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഈ രോഹിത്താണെങ്കിൽ ഈ വൈജയനെ പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇത്രയും നാളും ബാലചന്ദ്രനെ വലിയ വിലയൊന്നുമില്ല. പക്ഷെ അമ്മയെന്ന് പറയുമ്പോൾ രോഹിത്തിന് അമ്മയുടെ വാക്കുകളൊക്കെ കേൾക്കുക, അമ്മയുടെ സൈഡ് ബബിത നിൽക്കും പോലെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു രോഹിത്തിന്. ഈ ഒരു സിറ്റുവേഷനിൽ രോഹിത്ത് വൈജയന്തിയുടെ കൂടെ പോലും ഒരു നല്ല രീതിയിലുള്ള ഒരു അമ്മയെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കുന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ അലീനയ്ക്ക് ആ ഒരു പരിഗണന രോഹിത്ത് കൊടുത്തു തുടങ്ങുകയാണ്. അങ്ങനെ അലീന കുറേശ്ശെയായിട്ട് രോഹിത്തിൻ്റെ അടുത്ത് ആദ്യമൊക്കെ ഒരു വല്ലായി എതിരൊക്കെ പറയുന്ന പോലെയൊക്കെയാണ് രോഹിത്ത് സംസാരിച്ചത്. പിന്നെ എതിരായിട്ടൊന്നും പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അലീന പറഞ്ഞു, നീയും ശരണ്യയും ഒരേ തെറ്റിലകപ്പെട്ടവരാണ്. ഒരിക്കലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തതല്ല. നീ നിരപരാധി ആയതുകൊണ്ടാണ് ശരണ്യ നിനക്ക് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു മൊഴി കൊടുത്തത്. അല്ലാണ്ട് ഞാൻ കാരണമൊന്നും അല്ല. അപ്പോൾ ശരണ്യയുടെ അടുത്ത് ആ ഒരു കടപ്പാട് എന്നും വേണം. ആ കുട്ടിയുടെ ആ ഒരു മനസ്സിൽ അത്രയും ഒരിത് തോന്നിയത് കൊണ്ടാണ് നിനക്കിന്ന് ഒരിത് കിട്ടിയത്. പക്ഷേ നീ എപ്പോഴും മനസ്സിലാക്കണം, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. നീ ഒരു ട്രാപ്പിൽ അകപ്പെട്ടു പോയി. അന്നൊക്കെ ഞങ്ങൾ ഉപദേശിച്ചുവെങ്കിലും ആ കൂട്ടുകെട്ടിൽ അകപ്പെട്ടത് കൊണ്ടാണ് നീ ഈ ഒരു ട്രാപ്പിൽ അകപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്തിന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. പണ്ടൊക്കെ അലീന പറയണതും അച്ഛൻ പറയണ കാര്യങ്ങളും ഇങ്ങേറ്റം കൃഷ്ണമോള് പോലും പറയണ കാര്യങ്ങൾ രോഹിത്ത് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംസാരമൊക്കെ രോഹിത്തിൻ്റെ ഉള്ളിൽ കയറി വന്നപ്പോൾ രോഹിത്തിന് ആ ഒരു ദേഷ്യഭാവമൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം അലീന പറയുന്ന കാര്യങ്ങളൊക്കെ രോഹിത്ത് മറുപടിയൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ശരണ്യയെക്കുറിച്ചും ഞാൻ അവിടെ പോയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ അവൾ നല്ലൊരു കുട്ടിയാണ്,
പറയുകയാണ് അവൾ ഒരിക്കലും ഈ 4 പേരുടെ പേര് അറിഞ്ഞുകൊണ്ടല്ല ആദ്യം കൊടുത്തത്. പോലീസുകാരുടെ ഉൾപ്പെടെ അവരുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് അന്ന് ആ കുട്ടി രോഹിത്തിൻ്റെ പേരും കൂടെ വെച്ചത്. അപ്പോഴും അവൾ പറഞ്ഞു രോഹിത്ത് നിരപരാധിയാണ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതൊന്നും അവർ ഉൾക്കൊള്ളാനായിട്ട് നിന്നില്ല കേട്ടോ. പക്ഷേ പിന്നീട് അവൾ ജീവിതത്തിലോട്ട് കൈപിടിച്ച് വന്നതിന് ശേഷം ഞാനുമായിട്ടുള്ള ഒരു സമ്പർക്കം 3-4 പ്രാവശ്യം ഞാൻ പോയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അവളുമായിട്ട് സംസാരിച്ചു. ആ സമയത്ത് അവൾക്ക് സ്വമേധയാ തോന്നിയതാണ് നിരപരാധിയായിട്ടുള്ള ഒരാൾ ഞാൻ ഒരു തെറ്റിൽ പെട്ടു, അതുപോലെ തെറ്റിപ്പെട്ട ആളാണ് രോഹിത്തും. അതുകൊണ്ട് ഒരിക്കലും രോഹിത്ത് ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളൊരു തോന്നൽ അവളിൽ വന്നതും നിനക്ക് വേണ്ടി അവൾ കോടതിയിൽ എല്ലാവരെയും ധിക്കരിച്ച് മൊഴി മാറ്റി പറയുകയും ചെയ്തതെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രോഹിത്തിന് ഒരു കുറ്റബോധം തോന്നുന്നു. അപ്പോൾ അലീന ചേച്ചി എന്ന് രോഹിത്ത് വിളിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അലീന ചേച്ചി എനിക്ക് അവളെ കാണണം, എനിക്ക് അവളോട് മാപ്പ് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്, ഇവിടോട്ടൊന്ന് വിളിച്ചു വരുത്താവോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറഞ്ഞു മോനെ ഇവിടോട്ട് വിളിച്ചു വരുത്താൻ മേഡം സമ്മതിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കണം. എനിക്കറിയില്ല, ആ കോളനിയിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ഇട്ടേക്കില്ല, എങ്ങനെയെങ്കിലും അവളുമായിട്ട് സംസാരിച്ച് അവളെ ഇവിടോട്ട് വിളിച്ചു വരുത്താവോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന നോക്കാം മോനെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയും. ഈ സമയത്ത് നമ്മുടെ വൈജയന്തിക്കാണെങ്കിൽ സഹിക്കുന്നില്ല. കാരണം വൈജയന്തി നോക്കുമ്പോൾ വൈജയന്തിയുടെ അടുത്തോ ബബിതയുടെ അടുത്തോ പോലും രോഹിത്ത് സംസാരിക്കുന്നില്ല. അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കണ കണ്ടപ്പോൾ വൈജയന്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വൈജയന്തി പറയണത് ഓഹോ നീ അവനെയും കയ്യിലെടുത്തു അല്ലേടി, എൻ്റെ ആങ്ങളമാരെയും എൻ്റെ ഭർത്താവിനെയും ആങ്ങളമാരെയും അതുപോലെ തന്നെ എൻ്റെ 2 മക്കളെയും നീ ഇപ്പോൾ കയ്യിലെടുത്തു അല്ലേടി. എടി നീ നിനക്ക് നാണം ഉണ്ടോടി, നാണം കിട്ടവളെ, നീ ഈ പട്ടിയെ പോലെ ഇവിടെ വലിഞ്ഞു തൂങ്ങിക്കിടന്ന് എൻ്റെ കുടുംബത്ത് കിടന്ന് ഇങ്ങനെ കളിക്കാൻ നിനക്ക് ഇറങ്ങി പൊക്കൂടേടി എന്നൊക്കെ ഭയങ്കര ഇതിൽ ക്രൂശിക്കുന്ന രീതിയിലാണ് വൈജയന്തി അലീനയോട് സംസാരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ അമ്മയാണ് ഇത് പറയുന്നത് എന്ന ഒരു ബോധമൊക്കെ ഉൾക്കൊണ്ട് അലീന ഇതൊക്കെ ക്ഷമിച്ച് സഹിച്ചു അവിടെ നിൽക്കുകയാണ്. ഒരു ദിവസം ചെറിയൊരു ചുമ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, സോറി. ഒരു ദിവസം ഈ വൈജയന്തി അലീനയോട് ഇത്രയും ക്രൂവലായിട്ട് സംസാരിക്കണം നമ്മുടെ രോഹിത്ത് കേൾക്കുകയാണ്. ഇത് കേട്ട് നിന്ന രോഹിത്ത് വൈജയന്തിയുടെ അടുത്ത് ചെന്നിട്ട് പറയാം, അമ്മ എന്തിനാണ് ഇത്രയും മോശമായിട്ടൊക്കെ അലീന ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്നത്? ഓ അലീന ചേച്ചി എന്നൊക്കെ ആയോ നിനക്കെന്നിങ്ങനെ വൈജ ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് അതിന് അലീന ചേച്ചി എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തത്? അമ്മ കമലാൻറ്റീനെ പോലെ ഇത്രയും ഒരു മോശം ആവല്ലേ? അമ്മയ്ക്ക് കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? അമ്മയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തോ? ഈ കുടുംബം നമ്മളെയൊക്കെ നോക്കി അല്ലേ ചെയ്തത്. ഇങ്ങോട്ട് ഞാൻ പോലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ കാരണം ഇന്ന് അലീന ചേച്ചിയാണ്. പിന്നെ അലീന ചേച്ചി എടാ 2 കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നതുകൊണ്ട് നിനക്കറിയോ, നിനക്ക് വേണ്ടിയിട്ട് കണ്ണീര് തോർന്നിട്ടില്ല എൻ്റെ, നിനക്കറിയോ ഞാൻ അത്രയും പ്രാർത്ഥിച്ചും വഴിപാടുകളൊക്കെ ചെയ്താടാ നീ ഇന്ന് ഈ പുറത്ത് നിൽക്കണത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആയിക്കോട്ടെ അമ്മേ, അത് മാത്രമല്ലടാ നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു കാലിനൊന്നും കുഴപ്പമില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ പിറ്റേ ദിവസം തന്നെ പുറത്തിറക്കുമായിരുന്നേനെ എന്നും കൂടെ പറയണം. ഇത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു അമ്മേ എന്തായാലും ഇപ്പം അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഇപ്പം അലീന ചേച്ചിയും അച്ഛനും ഒക്കെ ഒരുപാട് ശ്രമിച്ചും ആ ശരണ്യയുടെ ഒരു മനസാക്ഷിയും കൂടെ ഉള്ളതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ജാമ്യം കിട്ടത്, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ പുറം ലോകം കാണൂ എന്നിങ്ങനെ രോഹിത്ത് പറഞ്ഞു. അമ്മ കമലാൻറ്റിനെ പോലെ ആവാണ്ട് ഒരു നല്ലൊരു അമ്മയായിട്ട് നല്ലൊരു കുടുംബിനിയായിട്ടൊക്കെ അമ്മയ്ക്ക് കഴിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച് ഉപദേശിക്കുക. നീയും എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞ് വൈജ രോഹിത്തിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യണം. അപ്പോൾ ഇതേ സമയം വൈജയന്തിക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അലീന പറഞ്ഞു ഇങ്ങനെ ശരണ്യനെ വീട്ടിലോട്ട് ഇങ്ങനെ വിളിച്ച് വരുത്തുന്നുണ്ട്, രോഹിത്തിന് ശരണ്യെ കാണണമെന്നും ഒരു മാപ്പ് പറയണമെന്നും നന്ദി വാക്ക് പറയണമെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ വൈജ പറഞ്ഞു ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അവളെ ഇവിടെ കയറ്റത്തില്ല, അഥവാ അവളിവിടെ വരണമെങ്കിൽ അവൾ ജീവിതത്തിൽ ഇതുപോലെ നാണം കെടാത്ത രീതിയിൽ ശരണ്യനെ ഞാൻ ഇവിടെ നിന്ന് നാണം കെടുത്തി ഞാൻ വിടുമെന്നൊക്കെ പറയണേ കേട്ടോ വൈജയന്തി. ഇതേ സമയം അലീനയ്ക്ക് ആകെ ടെൻഷനാവുകയാണ്. വൈജ പറയണത് എന്ത് കാര്യം ഈ ചെവി കൂടെ കേൾക്കും ആ ചെവി കൂടെ കളയുക, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യണേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഒടുവിൽ അലീന നമ്മുടെ രോഹിത്തിൻ്റെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരണ്യയെ വിളിക്കുകയാണ്. എൻ്റെ ശരണ്യയുടെ അടുത്ത് കാര്യങ്ങൾ പറയണം, മോൾ ഒരു ദിവസം ഈ വീട് വരെ വരണം എന്നൊക്കെ പറയണം. അതിനെന്താ അലീന ചേച്ചി ഞാൻ വരാമല്ലോ, മോളുടെ വീടിൻ്റെ അടുത്തുള്ള ഷാജി ചേട്ടൻ്റെ കൂടെ വന്നാൽ മതി. ഞാൻ എവിടെയാണ് വരേണ്ടത്, അമ്പലത്തിൽ വന്നാൽ മതിയോ? അപ്പോൾ പറഞ്ഞില്ല മോളിങ്ങനെ ഷാജി ചേട്ടൻ്റെ കൂടെ ഓട്ടോയിൽ കയറി ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നാൽ
മതി എന്ന് പറഞ്ഞു, ഷാജി ചേട്ടനും കൂടെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയണേ. അത് കേട്ടപ്പോൾ ആയിക്കോട്ടെ ചേച്ചി ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അലീനയ്ക്ക് ഒരു ഉറപ്പ് വേണം. അപ്പോൾ അലീന ബാലേന്ദ്രനോട് ചെന്ന് കാര്യം പറയാണ്, മേഡം ഇങ്ങനെ സമ്മതിക്കണ്ട, ഇങ്ങനെ ശരണ്യെ കാണണമെന്ന് രോഹിത് പറയുന്നുണ്ട്. അവൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ അവൻ ആ കുട്ടിയോടൊരു മാപ്പ് പറയുകയും അത് മാത്രമല്ല തൻ്റെ ഉള്ളിൽ കിടക്കണ ആ ഒരു ഇത് തനിക്ക് വേണ്ടിയിട്ട് ആ കുട്ടി ഇത്രയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും ഒക്കെ കേട്ടിട്ടാണെങ്കിലും ശരണ്യ തനിക്ക് വേണ്ടിയിട്ട് ചെയ്തതിൻ്റെ ഒരു നന്ദി വാക്കും കൂടെ രോഹിത്തിനെ പറയണമെന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ മേഡം സമ്മതിക്കുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ അവൾ വരുമോ എന്ന് ചോദിച്ചു. വരുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റുവെച്ച, പക്ഷേ അമ്മ പറയുന്നത് അവളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഹരാസ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അവളെ വാക്ക് ആരാ ഇവിടെ കേൾക്കുന്നത്? മോൾ അവൾ വരുമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരുത്തിക്കോ. ഇത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീടാണ്. ഇവിടെ വീട്ടിൽ തീരുമാനം എടുക്കുന്നത് വൈജയന്തിയല്ല, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രനാണ്. അങ്ങനെ ആ ഒരു ഉറപ്പ് കിട്ടിയതിൽ പിന്നെയാണ് നമ്മുടെ അലീന നമ്മുടെ ശരണ്യെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ശരണ്യ വരാൻ സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഏകദേശം നമ്മുടെ വൈജയൊക്കെ നല്ല ഭയങ്കര ലെവലിൽ, അതിൻ്റെ കൂടെ തന്നെ വൈജയ്ക്കൊപ്പം നിന്ന് നമ്മുടെ ബബിതയും പറയുന്നുണ്ട്, എവളിപ്പോൾ അഹങ്കാരം വെച്ചു അമ്മേ, എവള് പഴയതിനേക്കാളിൽ ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബബിതയും കൂടെ കുറച്ച് ഇങ്ങനെ എരി കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും രോഹിത് അലീനയുടെ വാക്കുകൾ കേൾക്കാനും അതനുസരിച്ച് രോഹിത്തിൻ്റെ മനസ്സിന് ഒരു ശാന്തത വരാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ അലീന നമ്മുടെ ഷാജി ചേട്ടനെ വിളിച്ച് ഓട്ടോയുടെ കാര്യം പറയുകയും ഇങ്ങനെ ശരണ്യനെ വീട്ടിൽ കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യ പിന്നെ അത് ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ആയിരിക്കും കേട്ടോ ഗൈസ് കാണിക്കുന്നത്. ഒടുവിൽ ശരണ്യ വരികയും ശരണ്യ വന്നു കഴിയുമ്പോഴത്തേക്ക് ശരണ്യ അറിയുന്നുണ്ട് അലീന ആ വീട്ടിൽ ആരാണെന്നും അലീന എത്രത്തോളം പീഡനങ്ങൾ ആ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. കാരണം അലീനേനെ ആ ശരണ്യയുടെ മുമ്പിലിട്ട് വൈജയന്തി അങ്ങോട്ട് പൊരിച്ചടുക്കുകയാണ്. പക്ഷേ ഇതൊന്നും കേട്ട ഭാവം അലീന വെക്കുന്നില്ല. കാരണം രോഹിത്തിന് വേണ്ടിയിട്ട് അലീന അത്രയും വലിയൊരു റിസ്ക് എടുത്തത് വൈജയന്തി സമ്മതിക്കൂല എന്നറിഞ്ഞിട്ടും അച്ഛൻ്റെ ഒരു ഉറപ്പ്, ബാലേന്ദ്രൻ്റെ ഒരു ഉറപ്പ് കിട്ടിയതിൽ പിന്നെ അലീന ഈ ഒരു റിസ്ക് ഒക്കെ എടുക്കുന്നത്. അങ്ങനെ അലീന ശരണ്യ വന്ന് കണ്ട് നമ്മുടെ രോഹിത് ശരണ്യയോട് മാപ്പ് പറയുകയും നന്ദി വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഷാജി ചേട്ടൻ്റെ വീട്ടിൽ ഷാജി ചേട്ടൻ്റെ ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് പോവുകയൊക്കെ ശരണ്യ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ശരണ്യയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. കാരണം അലീന ആ വീട്ടിൽ ഈ വൈജയന്തിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ പീഡനങ്ങൾ കേട്ടിട്ട് ശരണ്യയ്ക്ക് വല്ലാണ്ട് മാനസികമായിട്ടൊക്കെ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെ ഇനി വരും എപ്പിസോഡുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ രോഹിത്തിന് വേണ്ടിയിട്ട് അലീന ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് അത് സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഒടുവിൽ രോഹിത് അലീനയെ പൂർണ്ണമായിട്ടും ഒരു ചേച്ചിയായിട്ട് അംഗീകരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വൈജയന്തി ഇലയ്ക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ല ആ രീതിയിലാണ്. 12 കൊല്ലം പട്ടിയുടെ പാല് കുഴലിട്ടാലും ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അത് തന്നെ അമ്മയുടെ സ്വഭാവം അത് തന്നെ, മോളുടെ സ്വഭാവം അത് തന്നെ, ഒരു മാറ്റമില്ല. ആ ബബിത. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ആ ഒരു ലെവൽ ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് നാളെ മുതൽ ഞാൻ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് രാവിലെ 8 മണി 8:30 തന്നെ ഞാൻ ഇടുന്നുണ്ട്. അതായത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. നമ്മൾ ഇന്നിപ്പോൾ പ്രൊമോ വരുന്നതിന് മുന്നേ നമ്മുടെ നോവൽ ബേസ് ചെയ്താണ് ഈ കഥ പറയുന്നത്. അപ്പോൾ നാളെ നമ്മുടെ എപ്പിസോഡ് നമുക്ക് ഫുള്ളായിട്ട് പ്രൊമോ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു 8 മണിക്ക് നമ്മുടെ ആ മഴതോരും മുമ്പേ സീരിയലിൻ്റെ എപ്പിസോഡ് പ്രൊമോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ട് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ കുഞ്ഞൊരു സ്റ്റാർ വരും, ആ ഹൈപ്പും കൂടെ അങ്ങ് കൊടുക്കുക കേട്ടോ. അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, താങ്ക് യു.